ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഐ+ന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കപ്പിത്താൻ. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് അതിൻ്റെ ശക്തി സ്രോതസ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ആ കപ്പൽ മനോഹരമായ തീരത്ത് ചെന്നെത്തുക തന്നെ ചെയ്യും. മറിച്ച് നിഷേധാത്മകമായ ചിന്തകളാണ്, പരാജയഭീതിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ആടി ഉലയുക തന്നെ ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി എപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വലിയ വിജയ തീരത്തടുക്കാൻ നിങ്ങളുടെ കപ്പലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഐ+ന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത, അതായത് പഴയ IPCയുടെ പുതിയ രൂപം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 ക്ലാസ്സുകൾ ഇതിനു മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു, ഓർഡറായിട്ട് വരികയാണ്. ഈ ഭാരതീയ ന്യായ സംഹിതയിൽ 358 സെക്ഷനുകളുണ്ട്. അതിൽ നമ്മൾ ഏതാണ്ട് പ്രധാനപ്പെട്ട 44 സെക്ഷൻ വരെ പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ 358 സെക്ഷനും കാണാതെ പഠിക്കണോ? വേണ്ട, അങ്ങനെയൊന്നും പഠിക്കാൻ PSC നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെക്ഷനുകൾ മാത്രമാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി. ഇതൊന്ന് നോക്കൂ, നമ്മൾ 44 വരെ പഠിച്ചു നിർത്തി. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം പറയുന്ന 44 വരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി 45, 46 ഒന്നും വേണ്ട. ഇനി നമ്മൾ അടുത്തത് 63 മുതലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒന്നും വേണ്ട. അല്ലാതെ IPCയിൽ കിടക്കുന്ന പഴയ IPCയിൽ 511 സെക്ഷൻ, അത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 389 അല്ല 358 അല്ലേ, 358 സെക്ഷൻ ആയി മാറി എന്ന് നമ്മൾ പറഞ്ഞു. അത്രയും 358 സെക്ഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കണ്ട, ഇത് മനസ്സിലാക്കി പഠിക്കണം. കാണാതെ പഠിച്ചാൽ ഇതൊന്നും തലയിൽ നിൽക്കൂല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അത് ബൈ ഹാർട്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു പോവുക. നമ്മൾ ശരിക്കും അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലുണ്ടാകും, മറക്കില്ല. ശരി, നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ഒഫൻസസ് എഗൻസ്റ്റ് വിമൺ ആൻഡ് ചൈൽഡ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നത് എങ്ങനെയാണ്, ആ അതിക്രമങ്ങൾ എന്താണ്, അത് എങ്ങനെ തടയാം, അതിൻ്റെ ശിക്ഷ എന്താണ്. ക്രിമിനൽ കുറ്റങ്ങളും അവയുടെ ശിക്ഷകളുമാണല്ലോ നമ്മുടെ IPCയിൽ അഥവാ ഇപ്പോഴത്തെ BNSൽ പ്രതിപാദിക്കുന്നത്. സബ്സ്റ്റാൻഷീവ് ലോ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുറ്റങ്ങളും ശിക്ഷകളും പ്രതിപാദിക്കുന്ന ഒരു നിയമസംഹിതയാണ്. ഇന്ത്യൻ ക്രിമിനൽ നിയമ വ്യവസ്ഥയിലെ ഏറ്റവും ആധാരശിലകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് BNS എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായ സ്ത്രീകളുടെയും കുട്ടികളുടെയും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത് ഏത് കുറ്റമാണ്, ഏത് സെക്ഷനിൽ പറയുന്ന കുറ്റമാണ്, അതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സെക്ഷനിലാണ് ശിക്ഷകളൊക്കെ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് കൊടുക്കുക. ഈ BNSന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്ഷനിൽ കുറ്റവും ശിക്ഷയും പറയും, ചിലപ്പോൾ ഒരു സെക്ഷനിൽ കുറ്റം മാത്രം പറയും, അതിൻ്റെ ശിക്ഷ വേറൊരു സെക്ഷനിലാണ് പറയുന്നത്. അപ്പം ശരിക്കും ആ ഒഫൻസ് ഒരു സെക്ഷനിലും അതിൻ്റെ പീനൽ സെക്ഷൻ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും, അതിൻ്റെ പണിഷ്മെന്റ് പറയുന്നത് വേറെ ആയിരിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഒഫൻസസ് എഗൻസ്റ്റ് വിമൻ ആൻഡ് ചൈൽഡ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 63 മുതലാണ് ഇവിടെ തുടക്കം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 63-ൽ പറയുന്നത്. 63-ൽ പറയുന്നത് ബലാത്സംഗം, റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. നോക്കൂ, സെക്ഷൻ 63 ഭാരതീയ ന്യായ സംഹിതയിലെ 63-ാം സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് എന്ത്? ബലാത്സംഗം. തിരിച്ചും ചോദിക്കാം,
ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 63. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഏതു പ്രവൃത്തിയാണ് ബലാത്സംഗമായി പരിഗണിക്കുന്നത്? താഴെ പറയുന്ന 7 സാഹചര്യങ്ങളിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെങ്കിൽ അത് ബലാത്സംഗമായി പരിഗണിക്കപ്പെടും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇനി പറയുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് ബലാത്സംഗമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. 1, അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെങ്കിൽ അത് ബലാത്സംഗമാണ്. അവൾക്കിഷ്ടമില്ല, ഈ മനുഷ്യൻ ലൈംഗികമായി സമീപിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെ ആ പുരുഷൻ ലൈംഗികമായി ആക്രമിക്കുന്നുവെങ്കിൽ അത് ബലാത്സംഗം. അപ്പൊ സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി. നോക്കൂ, അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീയുടെ ഇഷ്ടമാണ്, സ്ത്രീക്കും കൂടി ഇഷ്ടമാണ് എങ്കിൽ ആ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികമായി ബന്ധപ്പെടുന്നത് കുറ്റകരമല്ല, അത് ബലാത്സംഗമായി പരിഗണിക്കുകയുമില്ല. എന്നാൽ ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈംഗികമായി അവരെ ചൂഷണം ചെയ്താൽ അത് ബലാത്സംഗമാണ്. 2 നോക്കൂ, അവളുടെ സമ്മതമില്ലാതെ. ഇനി ഈ മനുഷ്യനെ അവൾക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ അവളുടെ സമ്മതമില്ലാതെ അവളെ ആക്രമിക്കുകയാണെങ്കിൽ അതും ബലാത്സംഗമാണ്. ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ആ സ്ത്രീയെ ശാരീരികമായി ആക്രമിക്കുന്നുവെങ്കിൽ ബലാത്സംഗമാണ്. ഇനി നോക്കൂ, അവൾക്കോ അവളുടെ താല്പര്യമുള്ള മറ്റാർക്കെങ്കിലുമോ ദേഹോപദ്രവം ഏൽക്കുമെന്ന് ഭയപ്പെടുത്തുക വഴി സമ്മതം നേടുമ്പോൾ. അവൾക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞു. ഇനി അവൾക്ക് സമ്മതമില്ല എന്ന കാരണമല്ലേ പ്രശ്നമായി പറഞ്ഞത്? ഇതാ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. എങ്ങനെ സമ്മതിപ്പിക്കുന്നു? അവളോട് പറയുന്നു, അവൾക്കോ അവളുടെ താല്പര്യമുള്ള മറ്റാർക്കെങ്കിലുമോ മരണമോ ദേഹോപദ്രവമോ ഏൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി സമ്മതം വാങ്ങുന്നു. അതായത് ഒരു സ്ത്രീയോട് പറയുന്നു, നിന്നെ ശാരീരികമായി ഞാൻ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്, നീ അത് സമ്മതിച്ചില്ല എങ്കിൽ നീ അപകടപ്പെടും. അല്ല, നിന്റെ മക്കൾ, ചിലപ്പോൾ 2 മക്കളൊക്കെ ഉള്ള സ്ത്രീ ആയിരിക്കും, നിന്റെ മക്കൾ ഇന്ന സ്കൂളിൽ പഠിക്കുന്നവരല്ലേ, ഇന്ന് നീ അവർക്കൊരു അപകടമായിരിക്കും കേൾക്കാൻ പോകുന്നത്, അവർക്ക് വലിയ അപകടം സംഭവിക്കും. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളല്ലേ, അയാളുടെ ജീവൻ അപകടത്തിലാകും, അതുകൊണ്ട് എനിക്ക് വഴങ്ങിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭയപ്പാട് കൊണ്ടൊരു സ്ത്രീ സമ്മതിച്ച് ഇയാൾക്കൊപ്പം പോയാലും അതും അയാൾ അങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അതും ബലാത്സംഗം തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീക്കോ അവളുടെ താല്പര്യമുള്ള വേണ്ടപ്പെട്ട മറ്റാർക്കെങ്കിലുമോ മരണമോ അപകടമോ സംഭവിക്കുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് സമ്മതം നേടി സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതും ബലാത്സംഗം തന്നെയാണ്. ഓർമ്മിച്ചോളൂ കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇതെല്ലാം. അടുത്ത നോക്കാം. അടുത്ത സാഹചര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഉഭയസമ്മതപ്രകാരം ഭാവിയിൽ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗപ്പെടുത്തിയാൽ അതും ബലാത്സംഗമാണ്. നോക്കൂ, തെറ്റായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ബലാത്സംഗം ചെയ്തിട്ട് മുങ്ങിക്കളയുക. തീർച്ചയായിട്ടും അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. അടുത്തത് 5, ചിത്തഭ്രമത്താലോ ലഹരിക്കടിമപ്പെട്ടതോ സമ്മതം നൽകുക. ഒരു സ്ത്രീ മാനസികമായ സൗണ്ട് കണ്ടീഷനിലല്ല, മനോനില തെറ്റിയതാണ്, ചിത്തഭ്രമം ബാധിച്ച ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗപ്പെടുത്തുന്നു, ബലാത്സംഗം തന്നെയാണ്. ഇനി ചിത്തഭ്രമമല്ല, ഇതൊരു ലഹരിക്ക് അടിമപ്പെട്ടു പോയ സ്ത്രീയാണ്, ഒരു ലഹരി വസ്തുക്കളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് എപ്പോഴും സ്വബോധമില്ലാതെ നടക്കുന്ന ഒരു സ്ത്രീയാണ്, അവരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയാൽ അതും ബലാത്സംഗം തന്നെയാണ്. പഠിച്ചോളണേ. നോക്കൂ, 18 വയസ്സിന് താഴെയുള്ളവളാണെങ്കിൽ സമ്മതത്തോടെയോ സമ്മതം കൂടാതെയോ അവളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയാൽ അത് ബലാത്സംഗമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടി, ആ കുട്ടി സമ്മതിക്കുകയാണെങ്കിൽ പോലും അത് ബലാത്സംഗമാണ്. അതാണ് സമ്മതമോ സമ്മതം കൂടാതെയോ.
18 വയസ്സിന് താഴെയുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗം തന്നെയാണ്. അത് ആ കുട്ടിയുടെ സമ്മതമുണ്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സമ്മതം ഇല്ലാത്തത് കൊണ്ട് കുറ്റമാണ്, സമ്മതം ഉള്ളത് കൊണ്ട് കുറ്റമല്ല എന്ന് പറയാൻ പറ്റില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗം തന്നെയാണ്. 7ാമത്തെ നോക്കൂ, അവർക്ക് സമ്മതം അറിയിക്കാൻ കഴിയാത്തപ്പോൾ. നോക്കൂ അടുത്തത്, സമ്മതം അറിയിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ചിലപ്പം ശാരീരികമായി തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീ, മാനസികമായി ആകെ ഡിപ്രഷനിലായിരിക്കുന്ന ഒരു സ്ത്രീ, ഇങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തി ആവശ്യപ്പെട്ട അത് സമ്മതിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ശാരീരികമായി പീഡിപ്പിച്ചാൽ അതും ബലാത്സംഗമാണ്. ആ 7 സാഹചര്യങ്ങൾ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ശാരീരികമായി ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത് ബലാത്സംഗമായി മാറുന്നത് എന്ന് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാം. അതൊന്ന് പഠിച്ചു വെച്ചോളൂ. 7 സാഹചര്യങ്ങൾ പറഞ്ഞു. ഇനി നോക്കൂ, 18 വയസ്സിന് താഴെയല്ലാത്ത 2 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. 2 കാര്യങ്ങൾ, 2 എക്സെപ്ഷണൽ കേസ് പറയാണ്. 18 വയസ്സിന് താഴെയല്ലാത്ത ഭാര്യയുമായുള്ള പുരുഷന്റെ ലൈംഗിക ബന്ധം ബലാത്സംഗമല്ല. അത് 18 വയസ്സിന് താഴെയല്ലാത്തത് 18 വയസ്സിന് മേളിലുള്ള, അങ്ങനെയല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം 18 വയസ്സിന് മേളിലായ ഒരു ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും ബലാത്സംഗമാകുന്നില്ല. അവിടെ സ്ത്രീ പറയണം എന്നെ ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗമായി കണക്കാക്കാൻ പാടില്ല. ഇപ്പം ശരിക്കും അങ്ങനെ ഒരു സ്ത്രീയുടെ സമ്മതം വേണം എന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവളെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതിന്. പക്ഷേ അതൊരു ബലാത്സംഗത്തിൻ്റെ നേച്ചറിൽ വരില്ല. ഭർത്താവ് ഭാര്യയെ ചിലപ്പം ബലം പ്രയോഗിച്ച് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമായി കണക്കാക്കില്ല എന്ന് പറയുന്നു. അതുപോലെ മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലുകളോ ബലാത്സംഗമായി കണക്കാക്കില്ല. നോക്കൂ, മെഡിക്കൽ നടപടി, ഒരു സ്ത്രീ അവളെ ചികിത്സയ്ക്ക് സമ്മതിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്തു, അവളെ ശാരീരികമായിട്ട് പിടിച്ചു കെട്ടി ഒക്കെയാണ് അവരെ ചികിത്സ നടത്തുന്നത്. മെഡിക്കൽ പരമായിട്ട് അങ്ങനെ ചെയ്തേ മതിയാകും, ഇല്ലെങ്കിൽ ഇവരും മരണപ്പെട്ടു പോകും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ മെഡിക്കൽ ചികിത്സയുടെ ഭാഗമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചാൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല, അല്ലാതെ അവരെ ബലപ്രയോഗം ശരീരത്തിൽ ബലപ്രയോഗം നടത്തിയാൽ തീർച്ചയായിട്ടും അത് ബലാത്സംഗമല്ല. ഇപ്പം 2 സാഹചര്യം ശ്രദ്ധിക്കുക. ഭർത്താവ് ഭാര്യയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കലും ബലാത്സംഗമാകുന്നില്ല. മെഡിക്കൽ ചികിത്സയുടെ ഭാഗമായിട്ട് ശാരീരികമായിട്ട് ബലപ്രയോഗം നടത്തുന്നതും എന്താകില്ല, ബലാത്സംഗമാകുന്നില്ല. അതും കൂടെ ഓർമ്മിച്ച് വെച്ചോളുക. അടുത്ത നോക്കൂ, സെക്ഷൻ 63 നമ്മൾ പറഞ്ഞത് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു പുരുഷൻ ഒരു സ്ത്രീയോടുള്ള പ്രവൃത്തി ഏത് സാഹചര്യങ്ങളിലാണ് അത് റേപ്പായി മാറുന്നത്, ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, 64 പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ പണിഷ്മെൻ്റാണ്. പണിഷ്മെന്റ് ഫോർ റേപ്പ്, ബലാത്സംഗത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 64. നോക്കൂ, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ അയക്കാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. ബലാത്സംഗ കേസിന് സിമ്പിൾ ഇംപ്രിസൺമെന്റ് അല്ല, റിഗ്രസ് ഇംപ്രിസൺമെന്റ് ആണ്, കഠിന തടവാണ് നൽകുന്നത്. നോക്കൂ, 10 വർഷത്തിൽ കുറയാത്തത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ബലാത്സംഗത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏത്? പരീക്ഷയ്ക്ക് ചോദിക്കും. 10 വർഷം വരെ കഠിന തടവ്. പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ ശിക്ഷയാണ്. ഈ കുറ്റം എന്താണ്? നോൺ ബെയിലബിൾ ആണ്. ബലാത്സംഗ കേസിൽ ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കൂല. അത് നോൺ ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണ്. ഇതൊക്കെ എടുത്ത് പഠിക്കണം നിങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കും ബലാത്സംഗ ആയി ബന്ധപ്പെട്ട കുറ്റകൃത്യം, ഇത്രയും ചോദ്യം തന്നിട്ട് ബെയിലബിൾ നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ബലാത്സംഗം ചെയ്താൽ ഇനി ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ഇനി ഒരു സ്ത്രീയെ ഇനി പറയുന്ന സാഹചര്യങ്ങൾ ബലാത്സംഗം ചെയ്താൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് പറയുന്നു. നോക്കാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്യുമ്പോൾ നിയമം പരിപാലിക്കേണ്ടുന്ന, സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതെങ്കിലോ
ഇനി ഒരു പൊതുപ്രവർത്തകൻ തൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഒരു പൊതുപ്രവർത്തകൻ, അത് പോലീസ് ഉദ്യോഗസ്ഥനാകാം, അല്ലെങ്കിൽ മറ്റ് ഡോക്ടറാകാം, അധ്യാപകനാകാം, മറ്റേത് വ്യക്തിയും ആകാം, തൻ്റെ കസ്റ്റഡിയിലുള്ള, തൻ്റെ നിയന്ത്രണത്തിലുള്ള കസ്റ്റഡിയിലുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ സി നമുക്ക് നോക്കാം. സി, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരു പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന സായുധ സേനയിലെ അംഗങ്ങൾ ബലാത്സംഗം ചെയ്യും. ഇതെല്ലാം പൊതുപ്രവർത്തകരാണ്, നമ്മൾ പഠിച്ചതാണ്. ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരു പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഇനി ജയിലുകളിലോ റിമാൻഡ് ഹോമിലോ ഉള്ള ഏതെങ്കിലും തടവുകാരെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഇപ്പൊ റിമാൻഡ് ഹോമില്, ജയിലുകളിൽ ഒക്കെ പാർപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾ കാണുമല്ലോ, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ എവിടെ, അവിടെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, ഇനി ഒരു ആശുപത്രിയുടെ മാനേജ്മെന്റിലോ ജീവനക്കാരിലോ ഉൾപ്പെട്ട ഒരു വ്യക്തി ആ ആശുപത്രിയിലെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഒരു ആശുപത്രിയിലെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആ ആശുപത്രിയിലെ ഏതെങ്കിലും, അത് സ്റ്റാഫാകാം, അവിടെ വരുന്ന അസുഖമായി വരുന്ന സ്ത്രീകളാകാം, ആരുമാകാം, അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ബന്ധു, രക്ഷകർത്താവ്, അധ്യാപകൻ, സ്ത്രീയുടെ മേൽ അധികാരമോ വിശ്വാസമോ അർപ്പിച്ചിട്ടുള്ള വ്യക്തി അത്തരം സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ബന്ധു സംരക്ഷണം കൊടുക്കാൻ കടമപ്പെട്ട വ്യക്തിയാണ്. രക്ഷകർത്താവിൽ നിന്ന് തന്നെ പീഡനം അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ, അധ്യാപകൻ, നോക്കൂ, സ്ത്രീയുടെ മേൽ അധികാരമോ വിശ്വാസമോ അർപ്പിച്ചിട്ടുള്ള വ്യക്തി അത്തരം സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, നോക്കൂ, ഈ പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. കാര്യം വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയും പോലെ. അടുത്ത് നോക്കൂ, വർഗീയ ലഹള, വംശീയ കലാപം ഇവയെ തുടർന്ന് ബലാത്സംഗം നടത്തിയാൽ, നോക്കൂ, ഈ വർഗീയ ലഹളയൊക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് സ്ത്രീകൾ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ, ഇനി ഗർഭിണിയെ അറിഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ ബലാത്സംഗം ചെയ്യുന്നു. സമ്മതം നൽകാൻ കഴിയാത്തൊരു സ്ത്രീയെ, നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്മതം നൽകാൻ പോലും കഴിയുന്നില്ല, ശാരീരികവും മാനസികവുമായും അത്രമാത്രം ഡൗൺ ആയ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ഒരു സ്ത്രീയുടെ മേൽ നിയന്ത്രണമോ മേൽക്കോയ്മയോ ഉള്ള ഒരു വ്യക്തി ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, അതായത് ഒരു സ്ത്രീയുടെ സംരക്ഷണ ചുമതലയുള്ള, അവളുടെ മേൽ മേൽക്കോയ്മയുള്ള ഒരു വ്യക്തി അവളെ ബലാത്സംഗം ചെയ്യുമ്പോൾ, അടുത്ത മാനസിക രോഗമോ ശാരീരിക വൈകല്യമോ ഉള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ, മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും വൈകല്യമുള്ള സ്ത്രീയാണ് ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ, ഇനി നോക്കൂ, ബലാത്സംഗം ചെയ്യുമ്പോൾ ഗുരുതരമായ ശാരീരിക ഉപദ്രവമോ ജീവനെ അപകടത്തിലാക്കുകയോ ചെയ്യുമ്പോൾ, അതിമാരകമായ ബ്രൂട്ടലായിട്ട് ഒരു സ്ത്രീയെ ആക്രമിച്ച് അവർ ശാരീരികമായിട്ട് ഒരുപാട് ക്ഷതം സംഭവിപ്പിക്കുമ്പോൾ, ഒരേ സ്ത്രീയെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുമ്പോൾ, നിരന്തരം ഒരു സ്ത്രീയെ ബലാത്സംഗത്തിന് വിധേയമാക്കുമ്പോൾ, ഇത് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. എ മുതൽ എച്ച് വരെ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ശിക്ഷ ഒരുമിച്ച് പറയാണ്. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന കഠിന തടവും പിഴയും ലഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബലാത്സംഗത്തിനുള്ള ശിക്ഷയാണ്. ബലാത്സംഗം ഈ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്ന കഠിന തടവും പിഴയും ലഭിക്കും. ഇവിടെ ജീവപര്യന്തം എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവാണ് എന്നർത്ഥം. നമ്മൾ സാധാരണ മുമ്പൊക്കെ ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ ഒരു 14 വർഷം വരെയൊക്കെ തടവ് ലഭിക്കുകയുള്ളൂ. പക്ഷേ ബലാത്സംഗ കേസുകളിൽ ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ കഠിന തടവിന് വിധേയനായിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ഇതിലെ ശിക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ, ഞാൻ പിന്നെ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം ശിക്ഷ ഇതാണ്. 10 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ആണ് ശിക്ഷ. ഇനി ജീവപര്യന്തം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു കാലയളവല്ല പറയുന്നത്, അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ഈ ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ 63 നമ്മൾ എന്താണ് ബലാത്സംഗത്തിനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു, 64 അതിൻ്റെ ശിക്ഷ പറഞ്ഞു, 65
വളരെ പ്രധാനപ്പെട്ടതാണ്. 65 പറയുന്നത് ചില കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ, പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൻ കേസ്, സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കേസല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക റേപ്പ് കേസുകളിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 65. ആ പ്രത്യേകത നമ്മൾ 2 പോയിന്റ് ആക്കി പറയുകയാണ് കേട്ടോ. അതായത് 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കുള്ള ശിക്ഷ, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കുള്ള ശിക്ഷ എന്താണ്? കുറഞ്ഞത് 20 വർഷം വരെ തടവ്, കൂടിയത് ജീവപര്യന്തം തടവ്, പിഴ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ രീതിയിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താ നമ്മൾ പറഞ്ഞത്? 10 വർഷം, കുറഞ്ഞത് 10 വർഷം തടവ്, കൂടിയത് ജീവപര്യന്തം തടവ് പ്ലസ് പിഴ. എന്നാൽ ഇത് 16 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ബലാത്സംഗം ചെയ്യുക. കുറച്ചുകൂടെ കൊച്ചുകുട്ടിയല്ലേ? 16 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ബലാത്സംഗത്തിന് വിധേയമാക്കിയെങ്കിൽ അതിൻ്റെ ശിക്ഷ 10 വർഷമല്ല മിനിമം വരുന്നത്, മിനിമം 20 വർഷം, മാക്സിമം ജീവപര്യന്തവും ഒപ്പം പിഴയും നൽകിയിരിക്കണം. ഇത് ശ്രദ്ധിക്കണം. 16 വയസ്സ്. ഈ വകുപ്പ് പ്രകാരം ചുമത്തുന്ന പിഴ ഇരയ്ക്ക് നൽകണം. ഇരയുടെ പുനരധിവാസത്തിനും ചികിത്സയ്ക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു പിഴത്തുകയായിരിക്കും ഇവിടെ കോടതി വിധിക്കുന്നത്. ക്ലിയർ അല്ലേ? 16. അപ്പൊ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുക, 63 എന്താണ് ബലാത്സംഗം എന്ന് പറയുന്നത്. 64 ബലാത്സംഗത്തിനുള്ള ശിക്ഷ 10 വർഷം വരെ തടവോ, കുറഞ്ഞത് 10 വർഷം തടവ്, കൂടിയത് ജീവപര്യന്തം വരെ. ഇവിടെ സിമ്പിൾ ഇംപ്രിസൺമെന്റ് അല്ല, റിഗ്രസ് ഇംപ്രിസൺമെന്റ്, കഠിന തടവ് പ്ലസ് പിഴയും ഉണ്ടെന്ന് പറഞ്ഞു ആണല്ലോ. എന്നാൽ 65 വകുപ്പിൽ ചില പ്രത്യേക കേസുകളിൽ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയാണ് ബലാത്സംഗത്തിന് വിധേയമാക്കുന്നതെങ്കിൽ ശിക്ഷ, കുറഞ്ഞ ശിക്ഷ 10 വർഷമല്ല 20 വർഷം കഠിന തടവ്, കൂടിയത് ജീവപര്യന്തം പ്ലസ് പിഴ ആണല്ലോ. പക്ഷെ ഈ വകുപ്പ് ചുമത്തുന്ന പിഴ ഇരയ്ക്ക് നൽകണം. ഇരയ്ക്ക് പുനരധിവാസത്തിനും ചികിത്സയ്ക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു പിഴത്തുകയായിരിക്കും കോടതി ചുമത്തുന്നത്. ഇത് 16. 1. രണ്ടാമത്തെ കേസ് നോക്കൂ നിങ്ങൾ. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ ശിക്ഷ കൂടണ്ടേ? ശിക്ഷ കൂടണ്ടേ? തീർച്ചയായിട്ടും. നോക്കാം നമുക്ക്. 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ബലാത്സംഗത്തിന് വിധേയമാക്കുന്നതെങ്കിൽ ശിക്ഷ കുറഞ്ഞത് 20 വർഷം വരെ കഠിന തടവ്, കൂടിയത് ജീവപര്യന്തം. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ കുറഞ്ഞത് നേരത്തെ പറഞ്ഞു തന്നെയാണ് 20 വർഷം കഠിന തടവ്, പക്ഷെ കൂടിയത് ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കും, ഒപ്പം പിഴയും ലഭിക്കും. കേട്ടോ? അപ്പൊ ഇത് വധശിക്ഷ. ബലാത്സംഗ കേസിൽ നേരത്തെ ഒരിടത്ത് നമ്മൾ വധശിക്ഷ പറഞ്ഞിട്ടില്ല. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തിക്ക് ചിലപ്പം തൂക്കുകയറ് കിട്ടാനും സാധ്യതയുണ്ട്. പരമാവധി ശിക്ഷ ജീവപര്യന്തമോ, ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞാൽ കഠിന തടവ്, ജീവപര്യന്തം കഠിന തടവോ വധശിക്ഷയോ ഒപ്പം പിഴയും കൂടി ലഭ്യമായിരിക്കും. അപ്പം നമ്മൾ ഇത് ഒരിക്കലും മറക്കരുത്. 63, 64, 65. 63 ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള ഒരു പുരുഷന്റെ പ്രവൃത്തിയാണ് ബലാത്സംഗമായി മാറുന്നത്? 63. 64 അതിനുള്ള ശിക്ഷ. ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ശിക്ഷ നമ്മൾ പറഞ്ഞത്? തീർച്ചയായിട്ടും അത് ഏതാണ്? 10 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം വരെ ആകുന്നതുമായ കഠിന തടവോ ഒപ്പം പിഴയും ഉണ്ടെന്ന് പറഞ്ഞു. 65 പറഞ്ഞ എന്താണ്? ചില പ്രത്യേക കേസുകളിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടിയെയാണ് ബലാത്സംഗം ചെയ്യുമെങ്കിൽ കുറഞ്ഞത് 10 വർഷമല്ല 20 വർഷം വരെ തടവും, കൂടിയത് ജീവപര്യന്തം തടവും പിഴയുമാണ്. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് 20 വർഷം വരെ കഠിന തടവ് തന്നെയാണ്, പക്ഷെ കൂടിയത് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാം, ഒപ്പം പിഴയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ 3 വകുപ്പുകളും മറക്കാതെ പഠിക്കണം. ഇനി സെക്ഷൻ 66 പറയുന്നു, BNS സെക്ഷൻ 66, ബലാത്സംഗം ഒരു സ്ത്രീയെ മരണത്തിലോ ജീവച്ഛവമാക്കുന്ന അവസ്ഥയിലോ എത്തിച്ചാലുള്ള ശിക്ഷ. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് അവരെ കോമ സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നു,
അവരെ ജീവച്ഛവമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് നയിക്കുന്നു. ആ അവസ്ഥയിൽ എത്തിച്ചാൽ ശിക്ഷ എന്താണ്? കുറഞ്ഞത് 20 വർഷം വരെ തടവ്, കൂടിയത് ജീവപര്യന്തം കഠിന തടവ്, അല്ലെങ്കിൽ വധശിക്ഷ. പിഴയുണ്ട്, ഒപ്പം പിഴയുമുണ്ട്. അപ്പൊ ഇവിടെ 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ തന്നെയാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് മരണത്തിലേക്കോ ജീവച്ഛവമാക്കുന്ന അവസ്ഥയിലേക്കോ തള്ളിയാലുമുള്ള ശിക്ഷ. അത് രണ്ടും ഓർമ്മിച്ചാൽ മതി കേട്ടോ. അത് ഏതിൽ പറയുന്നു? 66 പറയുന്നു. ഇനി നോക്കൂ, 67 എന്താണ് പറയുന്നത്? 67, അതായത് വേർപിരിഞ്ഞ് കഴിയുന്ന തൻ്റെ ഭാര്യയുമായി അവളുടെ സമ്മതം കൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷ. നോക്കൂ, ഒരു ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് കഴിയുകയാണ്. അവർ ഡൈവോഴ്സ് ചെയ്യാനുള്ള അപേക്ഷയൊക്കെ കോടതിയിൽ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. അതിൻ്റെ കേസിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ അവരുടെ വീട്ടിലും പുരുഷൻ അയാളുടെ വീട്ടിലുമാണ്. നോക്കൂ, അപ്പം കേസിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലും ഇവരൊന്ന് മീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത്, ഈ കേസ് നടക്കുന്ന സമയത്ത് വേർപിരിഞ്ഞ് കഴിയുന്ന തൻ്റെ ഭാര്യയുമായി അവളുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയും ഭർത്താവുമാണ്. ഡൈവോഴ്സ് കേസ് കോടതിയിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇവർ തമ്മിൽ കാണുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയൊന്നും ഒരു സമയത്ത് ഈ ഭർത്താവിന് തോന്നി ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഭാര്യയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ തോന്നി. അങ്ങനെ കാണാൻ പോകുന്നു. അങ്ങനെ അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നോക്കൂ, 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകുന്നതുമായ തടവും പിഴയുമാണ്. ഇത് ബെയിലബിളുമാണ് കേട്ടോ, നോൺ ബെയിലബിൾ അല്ല. നേരത്തെ പറഞ്ഞതിനൊക്കെ ശിക്ഷ ചെയ്യുന്ന വളരെ കുറവല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? മറ്റു ജീവപര്യന്തം നമ്മൾ പറഞ്ഞു, വധശിക്ഷ പറഞ്ഞു. ഇവിടെ നോക്ക്, 2 വർഷം. അതെന്താണ്? സ്വന്തം ഭാര്യയല്ലേ. അപ്പം അതുകൊണ്ട് ശിക്ഷ ഇളവാണ്. 2 വർഷം വരെ തടവ്. എന്നാൽ 2 വർഷത്തിൽ കുറയാത്ത തടവ്, 2 വർഷം വരെയല്ല, 2 വർഷത്തിൽ കുറയാത്ത തടവും 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. ഇത് ബെയിലബിളാണ്. ഇവർ നിയമപരമായിട്ട് പിരിയുന്നത് വരെ ഭാര്യയും ഭർത്താവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ശിക്ഷയുടെ ഈ കാഠിന്യം കുറഞ്ഞത്. ഇവർ നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ല, വേർപിരിഞ്ഞ് കഴിയുന്നു എന്നേ ഉള്ളൂ. നിയമപരമായിട്ട് പിരിഞ്ഞിട്ടാണെങ്കിൽ അത് അന്യ സ്ത്രീയായി മാറും. ഇപ്പം അവിടെ അത് വരുന്നില്ല. അതുകൊണ്ടാണ് ശിക്ഷ ഇളവ് വരുന്നത്. 2 വർഷത്തിൽ കുറയാത്തത്, 2 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടും എന്തായാലും. ഇത് അല്ലാതെ ഒരു ഇങ്ങനെയുള്ള കേസിൽ ജഡ്ജിക്ക് ഒരിക്കലും 3 വർഷം, സോറി അല്ല, 1 വർഷം എന്ന് വിധിക്കാൻ പറ്റൂല. കുറഞ്ഞത് 2 വർഷമെങ്കിലും കൊടുത്തിരിക്കണം. കൂടിയത് 7 വർഷം വരെ ആകുന്നതും പിഴയും ഉണ്ടാകും. പക്ഷെ കേസ് ബെയിലബിൾ ആണ്. ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ 67 സെക്ഷൻ 67 വരെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.